വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് UDF സ്ഥാനാർത്ഥി S. ശശികുമാറും അതോടൊപ്പം പാളയംകുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന വിനോജ് വിശാലും സ്ട്രെയിറ്റ് ഫോർവേഡിനോട് ബഹുമാന്യരെ, ചെമ്മരുതി ഗ്രാമപഞ്ചായത്തും ഇലകമൺ ഗ്രാമപഞ്ചായത്തും 11 ഗ്രാമപഞ്ചായത്തിൻ്റെ 3 വാർഡും ചെമ്മരുതി പഞ്ചായത്തിൻ്റെ 1 തൊട്ട് 5 വാർഡ് വരെയും പ്രതിനിധീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും UDFിൻ്റെ വർക്കല നിയോജക മണ്ഡലത്തിലെ തന്നെ യൂത്തിൻ്റെ നേതാവ് കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ വിനോജ് വിശാൽ, അതോടൊപ്പം തന്നെ ചെമ്പരുതി ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ മത്സരിക്കുന്ന UDFിൻ്റെ പ്രതിനിധി ശശികുമാറായ ഞാനും ഇന്ന് സാധാരണ ജനങ്ങളുടെ വോട്ടർമാരുടെ മുമ്പിലേക്ക് വോട്ട് ചോദിക്കുവാൻ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ശിവപുരത്തിൻ്റെ ഹൃദയഭൂമിയായ ശ്രീ മഹാദേവൻ്റെ മണ്ണിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നാട്ടിലുള്ള എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് 3 സ്ഥാനാർത്ഥികൾക്കും, അതായത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മത്സരിക്കുന്ന ശശികുമാർ എന്ന എനിക്കും, പാളയംകുന്ന് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി വിനോദ് വിശാലിനും, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന പ്രദീപ് ശിവകരിക്കും, എനിക്ക് മൺമട്ടി മൺകോരി അടയാളത്തിലും അവർക്ക് 2 പേർക്കും കൈപ്പത്തി അടയാളത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും അംഗീകാരവും ഞങ്ങൾക്കുണ്ടാകണമെന്നും ഞങ്ങളെ 3 പേരെയും ജയിപ്പിച്ചാൽ പൂർണ്ണമായും വിശിഷ്ട ചെമ്മരുതി പഞ്ചായത്ത് 4-ാം വാർഡിൽ ഒരു സർക്കാർ സ്ഥാപനം പോലുമില്ല. ഇത് ഞങ്ങളുടെ 3 പേരുടെയും പരിശ്രമത്തിൽ ഞങ്ങളിവിടെ കൊണ്ടെത്തിക്കും. ഞങ്ങളെ 3 പേരെയും വിജയിച്ചാൽ മാത്രമേ ആ ഫണ്ടുകൾ ഇവിടത്തേക്ക് ഉപയോഗിക്കുവാൻ കഴിയൂ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾ തേടുന്നു. ഞങ്ങളുടെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും 15 വർഷക്കാലമായി ഇലകമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ലീഡർ കൂടിയായ വിനോദ് വിശാൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശിവപുരമാറിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ വർക്ക് ആരംഭിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി RSPയുടെ നേതാവ് ശ്രീ ശശികുമാർ, അദ്ദേഹം കൂടെ ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹം വാർഡിലൊക്കെ സ്വീകാര്യനാണ്. പൊതുവേ സ്വീകാര്യനായിട്ട് അറിയപ്പെടുകയും ചെയ്യുകയാണ്. വോട്ടർമാരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ നിലവിൽ പാളയംകുന്ന് ഡിവിഷൻ മത്സരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പുതുതായിട്ട് രൂപീകരിച്ച ബ്ലോക്ക് ഡിവിഷനാണ്. ഇലവൺ പഞ്ചായത്തും ചെമ്മരുതി പഞ്ചായത്തും ചേർന്നാണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 2010 ആദ്യമായി പഞ്ചായത്ത് മെമ്പറാണ്. 101 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാർട്ടിക്ക് അതീതമായിട്ടാണ് ഇലവൺ പഞ്ചായത്തിലെ 15-ാം വാർഡായ വിളപ്പുറത്ത് നിന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. നിലവിലത് CPMൻ്റെ വാർഡായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡായിരുന്നു. ആ വാർഡിൽ ഇത്രയും ഭൂരിപക്ഷത്തെ വിജയിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ എന്നെ നോക്കിക്കണ്ടത്. അവരെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ എനിക്ക് കഴിഞ്ഞു. അതിന് തെളിവാണ് അവർക്കൊപ്പം നിന്നതുകൊണ്ടാണ് 2020 തിരഞ്ഞെടുപ്പിൽ അതേ വാർഡിൽ 250 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചത്. അതൊരു അംഗീകാരമാണ്. ജനങ്ങൾക്കൊപ്പം ഞാൻ ചെല്ലുമ്പോൾ, വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒപ്പമുണ്ട് എന്നുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികളും പറയും, എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ആളുകൾ പറയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ എനിക്കെന്താണ് ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാം, ഒപ്പമുണ്ട് എന്നത് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഒപ്പമുണ്ട്. അതിനുള്ള തെളിവാണ് എൻ്റെ ഭൂരിപക്ഷം. നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങളുടെ വിലയേറിയ വോട്ട് കൈപ്പത്തി അടയാളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന പാളയംകുന്ന് ഡിവിഷൻ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ആയ വിനോദ് വിശാൽ എന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തണം. എൻ്റെ വോട്ടിംഗ് മെഷീനിൽ എൻ്റെ ചിഹ്നം 1-ാമതാണ്. 1-ാമത്തെ പേര് എൻ്റെതാണ്, വിനോദ് വിശാൽ കൈപ്പത്തി അടയാളം. അതുപോലെ വാർഡിൽ മത്സരിക്കുന്ന ശ്രീ ശശികുമാർ RSPയുടെ സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ മത്സരിക്കുകയാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന 1-ാമനായ അംഗീകാരം ലഭിച്ച MP ശ്രീ പ്രേമചന്ദ്രൻ MPയുടെ ആ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന നേതാവാണ്, ശ്രീ RSPയുടെ നേതാവാണ് ശ്രീ ശശികുമാർ. അദ്ദേഹം മൺവെട്ടി മൺകോരി അടയാളത്തിൽ 4-ാമതാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് മെഷീൻ 4-ാമതാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് പ്രദീപ് ശിവകരി, അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു തവണ പഞ്ചായത്ത് മെമ്പറായിരുന്നു കരവാരം പഞ്ചായത്തിൽ.
ഈ തവണ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ബാലറ്റ് മെഷീനിൽ 3ാമത്തെ പേരിൽ അദ്ദേഹം കൈപ്പത്തി അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളെ 3 പേരൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത് സഹായിക്കണം. നിങ്ങളുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ വാർഡിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു ടീമായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. ഞങ്ങളെ സഹായിക്കണം. 3 പേർക്കും നിങ്ങൾ വോട്ട് ചെയ്ത് സഹായിച്ചാൽ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, ബിനോയ് വിശാൽ പറയുന്നത് ഒരിക്കലും കള്ളമല്ല. ഇല്ലെങ്കിൽ 3 തവണ പ്രദേശത്ത് മേടിച്ച വോട്ടിനേക്കാളും ഇരട്ടി വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന ഇലകമൺ പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ കോട്ടയിൽ പോയി മത്സരിച്ച് വിജയിക്കണമെങ്കിൽ ജനകീയ അംഗീകാരമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള ബഹുമാനപ്പെട്ട വോട്ടർമാരും ബഹുമാനപ്പെട്ട സഹോദരങ്ങളും ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളും ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് തന്നിരിക്കുന്നത് പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് ചെമ്മരുതി 4ാം വാർഡിൽ മത്സരിക്കുന്ന എന്നെ മൺമട്ടിയും മൺകോരിയും അടയാളത്തിൽ വിജയിപ്പിക്കണം. ഇന്നിപ്പം ബഹുമാനപ്പെട്ട ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിലെ കഴിഞ്ഞ മെമ്പർ ഇറക്കിയിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ് UDFിൻ്റെ സംസ്ഥാനത്തിൻ്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് സാറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിൽ 3ാം വാർഡിലെ മെമ്പർ ഇറക്കിയിരിക്കുന്നത്. ബഹുമാന്യരെ, നമ്മൾ ഇന്നിറങ്ങിക്കയറിയ ചെമ്പകത്തുമൂട് ചേട്ടകാവ് ലക്ഷം വീട്ടിൽ ഒരു ഹൈമാസ് ലൈറ്റ് അനുവദിച്ചത് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് സാറ്. ഈ ശിവപുരത്ത് നിൽക്കുന്ന ഹൈമാസ് ലൈറ്റ് 3ാം വാർഡിൽ അനുവദിച്ചത് ജയലക്ഷ്മി മേഡത്തിൻ്റെ കഴിവോടുകൂടി മുൻ പഞ്ചായത്ത് മെമ്പർ UDFിനെ പ്രതികരിച്ച മുൻ പഞ്ചായത്ത് മെമ്പർ ജയലക്ഷ്മി മേഡത്തിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ശിവപുരത്തിൻ്റെ മുമ്പ് ഈ ജംഗ്ഷനിൽ അനുവദിച്ചത് ഹൈമാസ് ലൈറ്റ് അനുവദിച്ചത് അടൂർ പ്രകാശ് സാറ്. 4ാമത് കൊച്ചുവള ജംഗ്ഷനിൽ ഞാനുൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച് തിരുമേനി ഉൾപ്പെടെയുള്ള ഉണ്ണികൃഷ്ണൻ തിരുമേനി ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച് 3ാമത് തന്നത് അടൂർ പ്രകാശ് സാറ്. 4ാമതായി ഇതാ ശിവപുരം ക്ഷേത്രത്തിന് വേണ്ടി അടൂർ പ്രകാശ് സാർ സംഭാവന ചെയ്തിരിക്കുന്നു. അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങൾ പൂർത്തിയായി തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. അവിടെ അനുവദിച്ചത് അടൂർ പ്രകാശ് സാർ. 5ാമതുമായി ചരുവള്ള ലക്ഷം വീട്ടിൽ ഒരെണ്ണം അനുവദിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് മാറ്റിവച്ചിരിക്കുന്നത്. അത് ഉടനെ തന്നെ പൂർത്തിയാവും. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഇത്രയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. UDFിനെയും LDFിനെയും BJPയും മാറി നിങ്ങൾ തോളേറ്റി. നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, പനയറ പഞ്ചായത്ത് ഓഫീസ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്. ആ വാർഡിൽ തന്നെ കുന്നത്തുമലയിൽ സബ് സെൻ്ററുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ സമ്പാദ്യം നേടിയെടുക്കുന്ന, വിദേശത്ത് പോയി ഉപജീവനം നടത്തുന്ന, നാടിന് സമ്പാദ്യം വിദേശ നാണ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രദേശമാണ് കോവൂർ ഉൾപ്പെടെയുള്ള ശിവപുരം മേഖല. ഈ മേഖലയിൽ ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ സബ് സെൻ്റർ സ്ഥാപിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും മെനക്കെട്ടിട്ടില്ല. ബിനോയ് വിശാലിനെ കൂടെ പിടിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒപ്പം നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളത് UDF അധികാരത്തിൽ വരുമെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ആ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആര് മന്ത്രിയായാലും ശരി തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരു സബ് സെൻ്റർ, ആയുർവേദ സബ് സെൻ്റർ, ഒരു ഹോമിയോപ്പതി സബ് സെൻ്റർ, ഒരു നമ്മുടെ പനയറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു സബ് സെൻ്റർ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. ഇത് നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണ്. അതിനോടൊപ്പം ഉണ്ടാവില്ലേ? ഒന്ന് പറയണം. ഈ പറഞ്ഞ കാര്യത്തിൽ വരുന്ന UDF സർക്കാരിൻ്റെ സമയത്ത് ഉറപ്പായും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ അനുവദിച്ച പോലെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ഈ പ്രദേശം ഇത്തരം വികസനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. ആരോഗ്യ മേഖല ഒരുപാട് സംഭാവന ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ വാർഡ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞത്. ആരോഗ്യ മേഖലയിലെ സംഭാവന ഈ വാർഡിൽ ഇന്നത് വരണം. ഈ ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ സംഭാവനയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സഹൃദരെ, ഞങ്ങളെ 3 പേരെയും വാർഡിൽ മത്സരിക്കുന്ന എനിക്ക് മൺമട്ടിയും മൺകോരിയും അടയാളത്തിലും, ബ്ലോക്കിൽ മത്സരിക്കുന്ന ബിനോയ് വിശാലിന് കൈപ്പത്തി അടയാളത്തിലും, ജില്ലയിൽ മത്സരിക്കുന്ന പ്രദീപ് ശിവഗിരിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ഈ പ്രദേശത്തിൻ്റെ വികസനം നിങ്ങൾ ഉറപ്പാക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണം. ജാതി മതത്തിന് അതീതമായി ചിന്തിക്കണം.
നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ 3 പേരെയും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.